ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്നൊരു യാത്ര പോണേണ്. ഞങ്ങളിന്ന് പത്തനംതിട്ടക്ക് പോണേണ്. ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോണേണ്. അപ്പോൾ യുവിയുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. യുവി ഒരു ഹായ് പറഞ്ഞേ. വേണ്ട, യുവിയുടെ കയ്യിൽ യുവിയുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് പോട്ടെ. ഇവിടെ വെള്ളം കയറിയിട്ട് ചെളിയായിട്ടിരിക്കണേണ്. അപ്പോൾ കല്ലിൽ ചവിട്ടി വേണം പോകാൻ. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായല്ലോ, മറ്റേ ഞങ്ങൾ കല്ലിൽ ചവിട്ടിയൊക്കെ പോണത്. അപ്പോൾ അതെ ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാർഗവി നിലയം വെള്ളം കയറിയിട്ട് നിറയെ ചെളിയാണ് ഇവിടെ മുഴുവനും. യുവിത അവിടെ പോയി നിൽക്കണുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ വഴി റെഡിയാക്കി തന്നത് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നത് ഫുള്ള് ഇവർ മറ്റേ കൽപ്പൊടി നിറച്ച് കെട്ടി വെച്ചേക്കണതാണ് വഴിയിലിടാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് നമുക്ക് ഇത്രയും ഭാഗം ഇട്ട് തന്നിട്ടുണ്ട് അവർ. ഇനി ബാക്കി അങ്ങോട്ട് നമുക്ക് ഇടണം. അതെല്ലാവരും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമേ ഇടാൻ പറ്റുള്ളൂ. കണ്ടേ, ഈ വഴി നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ DYFIയിലെ പിള്ളേർ സെറ്റാണതേ. ഇതിങ്ങനെ മണ്ണിട്ട് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഞങ്ങളും കുറച്ച് പേരെല്ലാവരും കൂടെ സഹായിച്ചട്ടാ. കണ്ട, ഇതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള വഴി. ഞങ്ങളുടെ അപ്പുറത്തോട്ടില്ല പോത്തുംകുട്ടി പുല്ലിനാണ്. ഇന്നലെ പിന്നെ എന്നെ ഇടിക്കാൻ വന്നു. ഇന്നിപ്പോൾ കുഴപ്പമില്ല, ആള് വെള്ളമൊക്കെ കുടിച്ച് സെറ്റാന്ന് തോന്നുന്നു. ഞങ്ങളുടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം നമ്മുടെ കാർ അവിടെ വന്ന് നടക്കുന്നുണ്ട്. വൈറ്റ് കാർ കണ്ടില്ലേ? അങ്ങനെ ഞങ്ങൾ പോകണം. അങ്ങനെ ഞങ്ങളിത് കാറിലെത്തി. അവിടെ നോക്കണേ എന്ത് വിളി പറയണേന്ന്. ഇവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളുണ്ട്. റോഡ് പണി നടക്കണോണ്ട് നമ്മൾ പതുക്കെ പോകും. ചേട്ടൻ വണ്ടി ഓടിക്കുന്നു. ഇന്ന് കുറിയൊക്കെ തൊട്ടിരിക്കുകയാണ്. ശരണഭവനിന്ന് മസാല ദോശ കഴിച്ചപ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് ചന്ദനക്കുറി കണ്ട. ഞങ്ങളുടെ റോഡ് പണി യുവിയുടെ ഫ്രണ്ടിൽ ഇരിക്കണേ. അവനാണ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ. പേര് ഹായ് പറഞ്ഞേ. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ്. നമ്മിപ്പോ എവിടെ എത്തി? പൊൻകുന്നത്തുനിന്ന് കോന്നി പോയിക്കൊണ്ടിരിക്കണം. പിന്നെ അവരുടെ വീട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? അരമണിക്കൂർ യാത്രയുണ്ട്. അപ്പോഴതേ നമ്മള് ഇനിയും കുറച്ച് കൂടെ ദൂരം ഉണ്ടല്ലേ അങ്ങോട്ട്. വെക്കേഷന്റെ രണ്ടാമത്തെ ട്രിപ്പാണല്ലേ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണം. കൊടൈക്കനാലൊക്കെ ഞങ്ങൾ പോയി വന്നു. കൊടൈക്കനാൽ പോയതിൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വ്ളോഗ് നിങ്ങൾ കുറച്ച് വ്ളോഗ് ഇട്ടിട്ട് ബാക്കി നിർത്തിക്കളഞ്ഞു എന്ന് നമ്മുടെ കുറച്ച് പേര് പറഞ്ഞു. അപ്പോൾ നിർത്തിക്കളഞ്ഞത് സമയമില്ലാഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ഇനി കണ്ടിന്യൂസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. വീഡിയോ ചെയ്യാൻ പറ്റും, പക്ഷെ എഡിറ്റ് ചെയ്യാനായിട്ടാണ് സമയം. അതെ, അതാണ് പ്രശ്നം. എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നുണ്ട്. പോയ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ഫൈനലി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഞങ്ങളൊരു 2 മണിയായി വന്നപ്പോഴേട്ടാ ഏകദേശം. ഇതാണ് ഇവിടുത്തെ അന്തരീക്ഷം. അതുണ്ടോ, ഇവിടെ ഫുള്ളിങ്ങനെ കുന്നാണ്. ഇത് കോന്നിയാണ് കേട്ടോ. കോന്നി എന്ന് പറയുന്ന സ്ഥലമാണ്. അത് അവിടെ അങ്ങോട്ട് ഈ വഴിയുണ്ട്. ഈ വഴി എങ്ങനെയൊക്കെ ചെന്ന് കയറണത് ഒരു ഓൾഡ് ഏജ് ഹോമാണ് അവിടെ. ഈ വഴി താഴത്തോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും വേറെ മെയിൻ റോഡ്. എനിക്ക് കയറണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനു ബേബി നല്ല ഉറക്കുമായിരുന്നില്ല, കയ്യിലിരുന്നു. തരം കാണിക്കണ എവിടെ ഇരുന്ന്. ആര് പറഞ്ഞു കാറിൻ്റെ കീ എടുക്കാനായിട്ട്? ആര് പറഞ്ഞു കാറിൻ്റെ കീ എടുക്കാൻ? വേണ്ട, കള്ളത്തരം കാണിച്ചു വെച്ചേക്കണേണ്. അവൻ്റെ അച്ഛൻ്റെ കാറിൻ്റെ കീ കാറിൻ്റെ കീ എടുത്ത് വന്നിട്ട്
കളിയാണ്. ഇനു ബേബി കണ്ട അതിൻ്റെ പുറകിലൊന്ന് നിൽക്കണതാണ് എന്നെ ഉറക്കാതെ. അവൻ്റെ ഉറക്കമൊക്കെ അവൻ വണ്ടിയിലിരുന്ന് ഉറങ്ങി തീർത്ത്. അവൻ കുറച്ചെത്തിയപ്പോഴത്തേക്കും അവൻ ഉറങ്ങി വാശി എടുത്തിട്ട്. അവൻ അവിടെ നിന്ന് ഉറങ്ങിയിട്ട് ഇവിടെ വന്നിട്ടാണ് എണീറ്റത്. അപ്പോൾ അവൻ്റെ ഉറക്കം ഇന്നത്തെ തീർന്ന്. ഇനി അവൻ രാത്രി ഉറങ്ങുള്ളൂ. അപ്പോൾ രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ പറ്റും. കാരണം ഇവിടെ രാത്രി തണുപ്പാണ്, പകൽ നല്ല ചൂടുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ നല്ല ചൂടാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷേ നമ്മുടെ എറണാകുളത്തിൻ്റെ അത്രയും ചൂടില്ലെന്ന് തന്നെ പറയാം കേട്ടോ. എറണാകുളത്തിൻ്റെ അത്രയും ചൂടില്ല ഇവിടെ, എറണാകുളത്തിനെക്കാട്ടിയും ചൂട് കുറവാണ്. ഞങ്ങൾ നാളെ 6-ലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാം കേട്ടോ. നല്ല രസം. ഞങ്ങൾ അന്ന് വന്നപ്പോൾ പോയായിരുന്നു. ഞങ്ങളിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നത്. അതെ അമ്മേ വിളിച്ച് തരണം കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരോടും ഹുയ് പറഞ്ഞേ, ഹായ് പറ. ഹാ ഞങ്ങൾ അന്ന് വന്നപ്പോൾ അടവിയിലൊക്കെ പോയായിരുന്നു. അടവി എക്കോ ടൂറിസം അവിടെയൊക്കെ പോയായിരുന്നു. പിന്നെ മറ്റൊരു അപ്പൂപ്പൻ കാവുണ്ട് ഇവിടെ, കല്ലേലി അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം, അവിടെയും പോയായിരുന്നു. നല്ല രസമുണ്ടായി. നാളെ ചിലപ്പോൾ ഞങ്ങളവിടെ പോകാനൊരു പ്ലാൻ ഉണ്ട്. ഇനി എങ്ങനെയൊക്കെയെന്ന് അറിയില്ല. കാരണം നാളെ തന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്തണം. മറ്റന്നാൾ ചേട്ടന് ഓട്ടം പോകാനുള്ളതുകൊണ്ട് നാളെ വൈകുന്നേരം രാത്രിയാകുമ്പോഴത്തേക്ക് എത്തണം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ എവിടെയാണ്? കോന്നിയിൽ നമ്മൾ ആറ്റിൽ കുളിക്കാൻ വേണ്ടി വന്നേക്കണ്. അതെ, വെള്ളത്തിൻ്റെ ക്ഷാമമുള്ളതുകൊണ്ട് നമ്മളിവിടെ കുളിക്കാനും അലക്കാനും വേണ്ടിയിട്ട് വന്നേക്കണേണ്. അപ്പം ഇതുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ. അല്ലേ ഇനു കുളിക്കണ്ട? ഇനു റെഡിയാണ് കുളിക്കാൻ. യുവി ഇവിടെ എന്തിനാ വന്നേ? അതെ, ഹായ്. അതെന്താന്ന് വെച്ചാൽ നിനക്ക് നീന്താൻ അറിയില്ല, അതാണ് കാര്യം. പിന്നെ അപ്പൊ ഇതാണ് നമ്മുടെ അച്ഛൻ കോവിൽ ആറ്. കണ്ടാ ഇവിടെ എന്ന് വെച്ചാൽ മുട്ടിൻ്റെ അത്ര ഉള്ളൂ വെള്ളം. അവിടെ നിന്ന് ആൾക്കാർ അലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ട ഇവിടെ ഇങ്ങനെ പടികളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അപ്പൂപ്പൻകാവ്, കല്ലേലി അപ്പൂപ്പൻ. അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അപ്പൂപ്പൻകാവിൻ്റെ എൻട്രൻസ്. നിറയെ കാടാണ്, കാടിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് ഇവർ കൊടുക്കുന്നത് അമ്പലത്തിൽ ഈ എണ്ണയും ചന്ദനത്തിരിയും പിന്നെ ഈ മുറുക്കാനില്ലേ അതുമാണ്. പിന്നെ ഒരു കുപ്പി കള്ള്, അത് ഞാനിങ്ങനെ ഒരു ആൾക്കാരിങ്ങനെ കൊണ്ടുപോകണത് കണ്ടതാണ് കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ പോയത് ഈ കല്ലേലി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്കാണ്. ഈ നമ്മൾ നേരത്തെ കണ്ടില്ലേ രാവിലെ ഞങ്ങൾ കുളിക്കാൻ പോയപ്പോൾ നിന്നില്ലേ, ആ ആറാണ് കേട്ടോ അടിയിൽ കാണുന്നത്, അച്ഛൻ കോവിൽ ആറെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയൊന്നും ഒട്ടും വെള്ളമില്ല. ഞങ്ങളപ്പോൾ പറയണായിരുന്നു നമ്മൾ കുളിച്ചെടുത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഒട്ടും വെള്ളമില്ല, മണലാണ് ഫുള്ള്. കുറച്ച് ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രമുള്ളൂ വെള്ളം. പക്ഷേ ആ വെള്ളത്തിലും കുളിക്കാൻ ആൾക്കാരുണ്ട്. ചൂടായതുകൊണ്ടായിരിക്കും എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇടയ്ക്ക് അമ്മയെ വിളി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ വോയിസ് ചെയ്യുമ്പോൾ എൻ്റെ ഇളയ മോൻ ഇവിടെ ഇരുന്ന് അമ്മയെന്ന് വിളിക്കണതാണ്. പിന്നെ അതെ, ഞങ്ങൾ അവിടെ നോക്കുമ്പോഴത്തേക്കും കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റത്തോട്ടൊക്കെ ഫുള്ളിങ്ങനെ മണലാണ് രണ്ട് സൈഡിലും. ബാക്കി നമ്മൾ പോയ സൈഡിലൊക്കെ നല്ല വെള്ളവും. അങ്ങനെയാണ് ഇവിടെ. പിന്നെന്താ, ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. റീൽസും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ റീൽസ് എടുത്തായിരുന്നു. പിന്നെ ഇനു ബേബിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യണ ആ ഒരു രീതിയുണ്ട്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതൊന്നും. എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ പോയൊരു ഫീലാണ് എനിക്ക് ഇവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. ഈ അത്തായും അമ്മായൊക്കെ എന്ത് സ്നേഹമാണെന്നറിയാം, അതൊരു വേറെ ഫീലാണ്. കല്യാണി ജഗതി കരുണാരസാഗര കലാവതി കലാലാഭ
എനിക്ക് ആ അമ്പലത്തിലെ ആ പാട്ട് മ്യൂട്ട് ചെയ്യാൻ തോന്നാഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാനത് ഇട്ടത്. ഇത് നല്ല പഴക്കമുള്ള തൂക്കുപാലം എന്ന് പറഞ്ഞിട്ട് അത്ത ഞങ്ങളെ കൊണ്ടുപോയതാണ്. അത്തയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ പാലം എന്ന് വെച്ചാൽ പഴയ വീടിൻ്റെ. അങ്ങനെ ഇവിടെ നിന്നും കുറച്ച് റീൽസൊക്കെ എടുത്തു. അത്രയ്ക്ക് ഞങ്ങളിന്ന് പോയുള്ളൂ. നാളെ രാവിലെ ഞങ്ങൾക്ക് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം കറങ്ങാൻ നിന്നില്ല. ഇവിടെ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയും ഫോട്ടോയും എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഞങ്ങൾ കോന്നിയിലെ ഒരു എന്താ പറയുക ഒരു ദിവസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു.